ഏറെക്കാലമായുള്ള APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ഒപ്പം വിളപ്പൻശാലയുടെ മുഖച്ഛായ മാറ്റുന്നതാകും സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം. ശാസ്ത്രമുന്നേറ്റങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുന്നയിടമായി കേരളത്തെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്തം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല ഏറ്റെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ശാസ്ത്ര മുന്നേറ്റങ്ങൾക്കായി ലോകം തന്നെ ഗ്ലോബൽ സൗത്തിനെ ഉറ്റുനോക്കുന്ന അവസ്ഥ സൃഷ്ടിക്കാനും കഴിയണം. അത്തരം കാര്യങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കാൻ വേണ്ട ശേഷി വികസനം നടത്തുക എന്നത് ഈ സർവകലാശാലയുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാനാവണം. 7 നിലകളോടുകൂടി നിർമ്മിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാകും. വിളപ്പിൻ പഞ്ചായത്തിലെ നെടുങ്കുഴി പ്രദേശത്ത് 50 ഏക്കർ ഭൂമിയാണ് സർവകലാശാലയ്ക്കായി ഏറ്റെടുത്തിട്ടുള്ളത്. സർവകലാശാലയുടെ തനത് ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാര തുകയായ 185 കോടി രൂപ നൽകി റെക്കോർഡ് വേഗത്തിലാണ് ഭൂമി ഏറ്റെടുത്തത്. 1000 കോടിയിലധികം ചെലവിൽ വിവിധ ഘട്ടമായാണ് ആസ്ഥാന മന്ദിരം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ക്യാമ്പസ് പൂർത്തിയാവുക. ഈ ബജറ്റിൽ 71 കോടി രൂപ സംസ്ഥാന സർക്കാർ സർവകലാശാലയ്ക്കായി വകയിരുത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, ധനമന്ത്രി KN ബാലഗോപാൽ, കാട്ടാക്കട MLA IB സതീഷ്, വർക്കല MLA അഡ്വക്കേറ്റ് വി ജോയ്, വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ PK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.